അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കക്കാൻ വന്ന കള്ളനാന്നേൽ അവൻ എന്നെ കണ്ടുടനെ സ്ഥലം വിട്ടു കേട്ടോ. ഞാനിത് പറിച്ചെടുക്കാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ അതിൽ ഫുള്ള് ഉറുമ്പായിരുന്നേ. എല്ലാ പ്രാവശ്യവും അങ്ങനെ ഉറുമ്പൊക്കെ കയറിയിട്ട് ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. ഈ ഉറുമ്പ് കയറാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ പൊട്ടിക്കീറുന്ന സംഭവം കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു, പൊട്ടിക്കീറിയിട്ടാണ് കിട്ടിയത്. അപ്പോൾ തലേ ദിവസം ചെന്ന് നോക്കിയപ്പോഴും ഇത് ഇത്രയും പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കരുതി കുറച്ചും കൂടെ കളർ വരട്ടെ എന്ന് അങ്ങനെ നിർത്തിയിരുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോൾ അതായത് പൊട്ടിക്കീറി ഉറുമ്പ് അതിൻ്റെ അത്രയും ഭാഗം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉറുമ്പ് കയറാതിരിക്കാനുള്ള എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. ഞാനത് പറിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോഴേ അത് മുറിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. എൻ്റെ അർഷക്കുട്ടനാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവന് വലിയ ഇഷ്ടമൊന്നുമില്ല, പിന്നെ അവനിങ്ങനെ ഒരു കൗതുകത്തോടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തിടുന്നതൊക്കെ കണ്ടിട്ടാവും ആളിങ്ങനെ കഴിക്കാനായിട്ടൊക്കെ തുടങ്ങി കേട്ടോ. അവൻ അത്രയും നാൾ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതിൽ നിന്നൊരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ സാധനം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അത്രയും കളറൊന്നും എൻ്റെ കയ്യിൽ വന്നില്ല കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നതിനാണെങ്കിൽ ഭയങ്കര കളറാണ്, പക്ഷേ ഇതിന് അത്ര കളറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല മധുരമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഡ്രാഗൺ ചെടിക്കകത്ത് ഒരുപാട് കായുണ്ട്, പക്ഷെ അത് ഒരുമിച്ചൊന്നും പഴുക്കാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഓരോന്നോട്ടോ കിട്ടാറ്, അതിനാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.